കേരളത്തിൽ ആറ്റിങ്ങലിൽ 16കാരനെ IS-ലേക്ക് റിക്രൂട്ട് ചെയ്യാൻ നടത്തിയ ഒരു ശ്രമമുണ്ടായി. കേരളത്തിലെ മത തീവ്രവാദത്തിന്റെ പുതിയ ഘട്ടത്തെ വെളിച്ചത്തു കൊണ്ടുവന്നിരിക്കുന്ന ഒരു സംഭവമാണത്. കണ്ണൂർ കനകമല IS മോഡ്യൂളുമായി നേരിട്ട് ബന്ധമുള്ള വ്യക്തി ആറ്റിങ്ങലിൽ താവളമുറപ്പിച്ച് പ്രവർത്തിച്ചു എന്നതടക്കമുള്ളതാണ് ഈ സംഭവത്തിന്റെ ഏറ്റവും ഭയാനകമായിട്ടുള്ള ഒരു വശമെന്ന് പറയുന്നത്. സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗം ഇതൊന്നും പിടികൂടാനാകാതിരുന്നത് കേരളത്തിന്റെ ഇസ്ലാമിസ്റ്റ് തീവ്രവാദത്തിന്റെ അടിത്തറ ഇപ്പോഴും ശക്തമായി നിലനിൽക്കുന്നു എന്ന് വീണ്ടും തെളിയിക്കുന്നത് കൊണ്ടാണ്. വിദേശത്ത് താമസിക്കുന്ന അമ്മയും രണ്ടാനച്ഛനും ചേർന്ന് സ്വന്തം 16കാരനെ IS-ൽ ചേർക്കാൻ പ്രേരിപ്പിച്ചതും കുട്ടിയെ ആശയവൽക്കരിക്കുവാൻ ക്ലാസുകളും വീഡിയോകളും ഉപയോഗിച്ചതും ഇതൊരു കുടുംബത്തിലെ പ്രശ്നമല്ലെന്ന് വ്യക്തമാക്കുന്നു. ഇതിന് പിന്നിൽ സംഘടിതമായിട്ടുള്ള ഒരു ആശയവൽക്കരണ ശൃംഖലയാണ് പ്രവർത്തിച്ചിരുന്നത്. കുട്ടിയെ നാട്ടിലെത്തിച്ചപ്പോൾ വിമാനത്താവളത്തിൽ നിന്ന് സ്വീകരിച്ച് മതപഠനശാലയിലേക്ക് കൊണ്ടുപോകാൻ ആ ആൾ തന്നെ കനകമല ഗൂഢാലോചന കേസിൽ ശിക്ഷ അനുഭവിച്ച പ്രതിയായിരുന്നു എന്നുള്ളതാണ് വസ്തുത. കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം മേഖലകളിൽ പ്രവർത്തിച്ച കനകമല മോഡ്യൂൾ ഇന്ത്യയിലെ ഏറ്റവും ഗൗരവമുള്ള IS തീവ്രവാദ കോശങ്ങളിൽ ഒന്നായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. 2016 ഈ സംഘം നടത്തിയ പദ്ധതികൾ എന്ന് പറയപ്പെടുന്നത് രാജ്യവ്യാപകമായിട്ടുള്ള ഭീഷണി സൃഷ്ടിച്ചതിനാലാണ് ദേശീയ അന്വേഷണ ഏജൻസി അതിൽ ഇടപെട്ടത്. വർഷങ്ങളായിട്ട് ഇവരെ നിരീക്ഷിച്ചു വരുന്നു എന്നാണ് സംസ്ഥാന ഏജൻസികളടക്കം പറഞ്ഞത്. പക്ഷേ യഥാർത്ഥത്തിൽ ശിക്ഷ അനുഭവിച്ച ഒരാൾക്ക് സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കുവാൻ പുതിയ സ്ലീപ്പർ സെൽ രൂപപ്പെടുത്തുവാനും അവസരം ലഭിച്ചതായിട്ടാണ് ഇപ്പോഴത്തെ വെളിപ്പെടുത്തലുകൾ വരുന്നത്. ആറ്റിങ്ങലിൽ താവളമുറപ്പിച്ച് പ്രവർത്തിച്ച ഈ വ്യക്തി ഒരു കുട്ടിയെ IS-ൽ ചേർക്കുവാനുള്ള നിർണായക ഘട്ടങ്ങളിൽ ഒന്നിൽ പങ്കുവഹിച്ചതായി തെളിഞ്ഞിട്ടും സംസ്ഥാന രഹസ്യാന്വേഷണ സംവിധാനത്തിന് ഒരു സൂചന പോലും ലഭിക്കാത്തത് വലിയ ദൗർബല്യമാണ്, അല്ലെങ്കിൽ അതൊരു സുരക്ഷാ വീഴ്ചയാണ്. കേരളത്തിന്റെ ഇന്റലിജൻസ് സംവിധാനത്തിൽ ഒരു ഘടനാപരമായിട്ടുള്ള തകരാറുണ്ട് എന്നുള്ളത് ഇതുമായിട്ട് നമുക്ക് ബന്ധപ്പെട്ട് വായിക്കേണ്ടി വരുന്നു. അത് വ്യക്തമാക്കുന്നതുമാണ്. കേരളം കഴിഞ്ഞ ഒരു ദശാബ്ദമായിട്ട് മത തീവ്രവാദ ആശയങ്ങളുടെ നിശബ്ദ പടർച്ച ഇങ്ങനെ അനുഭവിച്ചു വരുന്ന ഒരു സംസ്ഥാനമാണ്. കാസർഗോഡിൽ നിന്ന് IS-ലേക്ക് പോയ യുവാക്കൾ, ശ്രീശൈലം, അഫ്ഗാനിസ്ഥാൻ വഴി പോയ കേരള കുടുംബങ്ങൾ, ദീർഘകാലം പ്രവർത്തിച്ച കനകമല മോഡ്യൂൾ, ഇപ്പോൾ പുറത്തു വന്ന ആറ്റിങ്ങൽ വെഞ്ഞാറമൂട് കേസ്, ഇവയെല്ലാം കൂടി IS ആശയങ്ങളുടെ നിലനിൽപ്പ് കേരളത്തിൽ വീണ്ടും ശക്തമായി ഉയർന്നു വരുന്നുവെന്നുള്ള സൂചനകളാണ്. സോഷ്യൽ മീഡിയ വഴി നടന്ന റിക്രൂട്ട്മെന്റും ഓൺലൈൻ ക്ലാസുകൾ വഴി നടത്തിയ ആശയവൽക്കരണവും ഇപ്പോഴത്തെ കേസിൽ വ്യക്തമായി പുറത്തു വന്നിട്ടുണ്ട്. ആശയവൽക്കരണത്തിന് അനുയോജ്യമായിട്ടുള്ള സാമൂഹിക മാനസിക അന്തരീക്ഷങ്ങൾ നിർമ്മിച്ചുകൊണ്ട് ഈ കുട്ടികളെ ലക്ഷ്യമിട്ടുള്ള തീവ്രവാദ പ്രചരണങ്ങൾ അതീവ കൃത്യതയോടെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതൊരു വലിയ അന്തർദേശീയ ശൃംഖലയുടെ തന്ത്രത്തിന്റെ ഭാഗമാണ് എന്ന് കാണാം. അതേസമയം കുട്ടിയെ ന്യായീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ കുട്ടിയെ സ്വീകരിച്ചു കൊണ്ടുപോയ വ്യക്തിയുടെ മതപഠനശാലയുമായിട്ടുള്ള ബന്ധം മറ്റൊരു ആശങ്ക ഉയർത്തുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ പാഠശാലകളെല്ലാം തീവ്രവാദ കേന്ദ്രങ്ങളാണ് എന്ന് പറയാൻ സാധിക്കില്ല എങ്കിലും ചില അടച്ച സമുദായ അവകാശങ്ങൾ റാഡിക്കലൈസേഷൻ സ്ഫോടന ബിന്ദുവാകുവാനുള്ള സാധ്യത സുരക്ഷാ ഏജൻസികൾക്ക് ഏറെ ഗൗരവകരമായി കാണേണ്ടതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ കേസിൽ അത് നടന്നിട്ടുണ്ടാവാം. വെഞ്ഞാറമൂട് പോലീസ് എടുത്ത UAPA കേസ് NIAക്ക് കൈമാറണമെന്ന DGPയുടെ റിപ്പോർട്ട് വരുന്നു. ഈ കേസിന്റെ ആഴം വ്യക്തമാക്കുന്ന ഒന്നാണ് ഈ സംഭവത്തിൽ വിദേശത്തു നിന്നുള്ള ആശയവൽക്കരണവും കേരളത്തിലെ മുൻ IS പ്രതികളുമായിട്ടുള്ള ബന്ധവും സംസ്ഥാനത്തെ ചില മതകേന്ദ്രങ്ങളുമായിട്ടുള്ള ബന്ധമുണ്ടാക്കാനും സാധ്യതയുണ്ട്. ഇതെല്ലാം കൂടി വലിയൊരു മോഡ്യൂളിന്റെ സൂചനകളാണ്. ഇതൊരു സാധാരണ വീട്ടുവിവാദമല്ല, ഒരു കുടുംബതല പ്രശ്നമെന്ന് ചുരുക്കാനാവാത്ത വലിയ ഭീഷണിയാണ്. അപ്പോൾ കേരളത്തിൽ വീണ്ടും രൂപപ്പെട്ട ഒരു IS നെറ്റ്വർക്കിന്റെ തുടക്കഘട്ടങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സംസ്ഥാനത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ ഇതിനെ ഏത് തരത്തിൽ നീങ്ങിയിരിക്കുന്നതായിട്ടും നിരീക്ഷണത്തിൽ വൻ പിഴവുകൾ സംഭവിച്ചതായിട്ടും അങ്ങനെ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. വിദേശത്ത് താമസിക്കുന്ന മലയാളികളുടെ ഒരു വിഭാഗം ഓൺലൈൻ പ്രചാരണങ്ങളിൽ നിന്നും സ്വാധീനിക്കപ്പെടുന്നുണ്ട് എന്നുള്ള സൂചനയും ഇത്തവണ കേസിൽ വ്യക്തമാണ്. IS, അൽ-ഖ്വയ്ദ തുടങ്ങിയ സംഘടനകൾ സോഷ്യൽ മീഡിയ വഴി നടത്തുന്ന ശക്തമായിട്ടുള്ള നരേറ്റീവ് ക്യാമ്പയിനുകൾ കേരളത്തിലെ ചില വിഭാഗങ്ങളിൽ വേരുറപ്പിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആശയവൽക്കരണം വീട്ടുതലങ്ങളിൽ തന്നെയുള്ള മതപഠനശാലകളിൽ
അടച്ച സമൂഹങ്ങളിൽ, ഓൺലൈൻ സീക്രട്ട് ഗ്രൂപ്പുകളിൽ എന്നിവിടങ്ങളിലൊക്കെ നടക്കുമ്പോൾ അതിനെ നിരീക്ഷിച്ചു തടയേണ്ടത് അത്യന്തം വെല്ലുവിളികളുള്ള കാര്യമാണ്. സംസ്ഥാന ഇന്റലിജൻസ് സംവിധാനത്തിന് ഇതിപ്പോൾ ആവശ്യമായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പോഴത്തെ സംഭവം കൂടി തെളിയിക്കുന്നത്. കേരളത്തിൽ മുൻപ് ശിക്ഷിക്കപ്പെട്ട IS അനുഭാവികൾക്കും പ്രതികൾക്കുമായിട്ട് വീണ്ടും സ്വതന്ത്ര നീക്കങ്ങൾ നടത്തുവാനുള്ള അവസരം ലഭിക്കുന്നത് അത്യന്തം ഭയാനകമാണ്. കനകമല മോഡിയുള്ളിലെ പ്രതികളെ നിരീക്ഷണ വിധേയരാക്കിയിട്ടുണ്ട് എന്നുള്ള അവകാശവാദം ഇപ്പോൾ സാരമില്ലാത്ത പ്രവർത്തനമായിട്ട് മാറുകയാണ്. അപ്പോൾ ഈ സംഭവ വികാസങ്ങൾ കേരളത്തിൽ തീവ്രവാദ ആശയങ്ങൾ വീണ്ടും വളരുന്നുവോ എന്ന ചോദ്യത്തെ കൂടുതൽ ശക്തമാക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. റാഡിക്കലൈസേഷൻ ഒരു നിശബ്ദ പ്രക്രിയ ആയതിനാൽ കാലതാമസം കൂടാതെ ഇടപെടൽ ഉണ്ടാകാത്ത പക്ഷം ഭീകരവാദ ബന്ധങ്ങൾ വേരൂന്നി വളരാൻ സൗകര്യം ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സംസ്ഥാനത്തിന്റെ സുരക്ഷയ്ക്ക് ഇത് വലിയ ഭീഷണിയും വലിയൊരു വെല്ലുവിളിയുമാണ്. NIA അന്വേഷണത്തിൽ മതപഠന കേന്ദ്രത്തിന്റെ പങ്കും ഒപ്പം തന്നെ വിദേശ ലിങ്കുകളും മുൻ പ്രതിനിധികളുടെ നെറ്റ്വർക്കുകളും ആശയവൽക്കരണത്തിന് ഉപയോഗിച്ച ഡിജിറ്റൽ ഉപകരണങ്ങളും വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. ഇതൊരു ഒറ്റ കേസല്ല, വലിയൊരു മോഡ്യൂളിനെ സൂചിപ്പിക്കുന്ന സംഭവമാണ് എന്ന് എല്ലാ സൂചനകളും പറയുന്നു. കേരളം ഒരു അപകട നാഴികയിലാണ്. 16-കാരന്റെ വെളിപ്പെടുത്തൽ ഒരു കുടുംബത്തിന്റെ ദുരന്തമല്ല, ഒരു സ്ഫോടനത്തിന്റെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന്റെ സുരക്ഷയ്ക്കുള്ള മുന്നറിയിപ്പാണ്. IS നെറ്റ്വർക്കുകൾ കേരളത്തിൽ വീണ്ടും ജാഗരൂകരായി ഇപ്പോൾ ഇരിക്കുകയാണ്. സുരക്ഷാ ഏജൻസികൾക്ക് ഇനി ശീഘ്രവും ശക്തവുമായിട്ടുള്ള ഇടപെടലുകൾ മാത്രമേ ഈ ഭീഷണിയെ ചെറുക്കാനാകൂ എന്ന് കൂടി പറയട്ടെ.